എത്ര നന്നായി പഠിച്ചു എന്ന് പറഞ്ഞാലും, എത്ര വർഷങ്ങളായി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും, പേരുകേട്ട സ്ഥാപനങ്ങളിൽ കാലങ്ങളായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരീക്ഷ എടുക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ ഈ പഠിക്കുന്ന ആളുകളിൽ പലരും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കാണുന്നില്ല. അതിൽ പല ആളുകൾക്കൊന്നുണ്ട് അഗാധമായ ഒരു മനോവിഷമവുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാവാം ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാത്തതിൻ്റെ പിന്നിലുള്ള കാരണം? പലരും ചിന്തിച്ച് കാണില്ല. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, പല ആളുകൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവാം, പല ആളുകൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു ആശയക്കുഴപ്പത്തിലുമായിരിക്കാം. അതായത് വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 4, 5, 10 വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി ഒരു ജോലി വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ പോകുന്നു, ഒരു മെൻറ്ററെ കണ്ടെത്തുന്നു, കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു മെൻറ്ററെ കണ്ടെത്തുന്നു. ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടണം എന്നതാണ് പലരുടെയും ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് മാത്രം അകന്ന് പോകുന്നു. ഓരോ പരീക്ഷ വരുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. ഇത്തവണത്തെ പരീക്ഷയിൽ ഞാൻ ഉണ്ടാകുമെന്നൊരു പ്രത്യാശ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് പഠിക്കുകയാണ്. പലതവണ റാങ്ക് ഫെയിലുകൾ പഠിച്ചു തീർക്കും, പലതവണ പാഠപുസ്തകങ്ങൾ പഠിച്ചു തീർക്കും, പലതവണ വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടിരിക്കും, പലതവണ റിവിഷൻ ചെയ്യും. പക്ഷേ പരീക്ഷ വന്നു കഴിയുമ്പോൾ, പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പലർക്കും ഇപ്പോഴും തിട്ടമില്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് ഉറപ്പ്, റാങ്ക് പട്ടികയിൽ പേര് കാണില്ല. കാത്തിരിക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, വീണ്ടും മനസ്സ് തളർന്നെങ്കിലും തളരാതെ വീണ്ടും പോരാടുന്നു. പക്ഷേ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ കാര്യം എന്താണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നടക്കാത്തത് ഒറ്റ കാര്യം മാത്രമല്ല. എന്താണ്? പഠിക്കുന്ന ആളുകൾ പലരും ചിന്തിക്കുന്ന എന്താണ്? എങ്ങനെ പരീക്ഷ ടാക്കിൾ ചെയ്യണം, പരീക്ഷ എങ്ങനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് പല ആളുകളും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അവിടുത്തെ പോരായ്മയായിട്ട് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നവരുണ്ട്, അവർ റാങ്ക് പട്ടികയിൽ വരികയും ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു പരീക്ഷ കഴിയുമ്പോൾ, ആ പരീക്ഷയുടെ ചോദ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിലേറ്റഡ് ഫാക്റ്റ് പഠിച്ചാൽ തീർന്നു എന്നാണ് പലരും കരുതുന്നത്. അങ്ങനെയാണ് പലരും പഠിച്ചു പോകുന്നത്. പക്ഷേ പുതിയ പരീക്ഷ വന്നു കഴിയുമ്പോൾ ആ പരീക്ഷയിൽ വ്യത്യസ്തമായ മറ്റൊരു രീതിയായിരിക്കും കാണുക. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോ അതിൻ്റെ അനുബന്ധ ഉത്തരങ്ങളോ പഠിച്ചിട്ട് കാര്യമില്ല. അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇനി ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വരിക, ഇനി എങ്ങനെയാണ് വരിക എന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടുന്നത്. അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സോ അല്ല. നമ്മൾ പഠിക്കേണ്ടത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഏരിയയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റേത് ചോദ്യമാണ് വരാൻ സാധ്യതയുള്ളതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പഠനമാണ്. അപ്പോൾ അവിടെ പഠനം നടത്തുന്നതോടൊപ്പം എന്താ വേണ്ടത്? പരീക്ഷ എഴുതുക എന്നതാണ് വേണ്ടത്, അല്ലേ? അവിടെ നമ്മുടെ പോരായ്മയാണ് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എക്സാമിനോടുള്ള പേടി മാറുകയുള്ളൂ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മളൊരു എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം സീരീസ് എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ 2 രീതിയിലാണ്. ഒന്ന് ഫ്രീ കോഴ്സായിട്ട് ഒരു എക്സാം ഉണ്ട്, മറ്റൊന്നൊരു പെയ്ഡ് കോഴ്സായിട്ട് ഒരു എക്സാം ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ LDCയുടെയും അതേപോലെ തന്നെ ഡിഗ്രി തലത്തിലുള്ള സിലബസും സംയുക്തമാക്കി എടുത്തിട്ട് ബാസിസ് അക്കാഡമി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിലബസാണ്. ആ സിലബസിൽ നിന്നും 100 മാർക്കിൻ്റെ പരീക്ഷയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്, അല്ല? 100 മാർക്കിൻ്റെ പരീക്ഷ. ഇത്തരത്തിലുള്ള പരീക്ഷയുടെ സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രീ ആയിട്ടുള്ള എക്സാം എന്ന് പറയുമ്പോൾ, പെയ്ഡ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുമ്പോൾ സിലബസ് സെയിം തന്നെയാണ്. വ്യത്യാസം എന്ന് വെച്ചാൽ ഫ്രീ എക്സാം എന്ന് പറയുന്നത് 25 എക്സാം മാത്രമാണുള്ളത്. 25 സെഗ്മെൻറ്റ് ആയിട്ട് നമ്മുടെ സിലബസിനെ തിരിച്ചിട്ട് 100 മാർക്കിൻ്റെ എക്സാമാണ് നൽകുന്നത്. അത് 25 സെറ്റ് എക്സാമാണ് അതിലുള്ളത്. പെയ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 25 സെഗ്മെൻ്റാണ് അവിടെയുമുള്ളത്. ഈ 25 സെഗ്മെൻറ്റിൽ നിന്നും നമ്മളെന്ത് നൽകുന്നു? ക്വസ്റ്റ്യൻ നൽകുന്നു, അല്ലേ? ക്വസ്റ്റ്യൻ നൽകുമ്പോൾ 25 സെഗ്മെൻറ്റിൽ നിന്നും ആദ്യത്തെ സെഗ്മെൻറ്റ് ക്വസ്റ്റ്യൻ നൽകുന്നു, അതിൻ്റെ ആൻസർ കീ നൽകുന്നു. അതിന് പുറമെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഓഡിയോയും നൽകുന്നു. അപ്പോൾ ആൻസർ കീക്ക് പുറമെ ഈ എക്സ്പ്ലനേഷനുള്ള ഓഡിയോയും ഉണ്ട്. 25 സെഗ്മെൻറ്റിൻ്റെ ഒന്നാമത്തേത് കഴിഞ്ഞാൽ ഇതേ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും, അതായത് 1, 2, 3, 4 തവണ ഒരേ സെഗ്മെൻറ്റിൽ റിവിഷൻ നടത്തി അത് തറവാക്കി എടുത്ത് ആ മേഖലയിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വരും എന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് പരീക്ഷയ്ക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടുത്തെ നമ്മളുടെ പെയ്ഡ് കോഴ്സിലുള്ളത്.
ഫ്രീ കോഴ്സിൽ എന്ന് വെച്ചാൽ ഒരു എക്സാമാണുള്ളത്, അത് അതിൻ്റെ ആൻസർ കീയും കൂടി നൽകുന്നു. ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഭാസീസ് അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്. ആ ചാനൽ സെർച്ച് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അതിലിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 സെറ്റോളം എക്സാമുകൾ സിലബസ് നൽകുന്നു. സിലബസ് നൽകിയിട്ട് പഠിക്കാനായിട്ട് 3 ദിവസം കൊടുക്കുന്നു. ആ 3 ദിവസത്തിന് ശേഷമാണ് ഇവിടെ എക്സാം ഞങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം 6 സെറ്റ്, അതായത് 25 സെഗ്മെൻറ്റിൽ 6 സെഗ്മെൻറ്റുകൾ നമ്മുടെ ഭാസീസ് അക്കാഡമി എന്ന ടെലഗ്രാം ചാനലിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പെയ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 100 പരീക്ഷകളാണ് ടോട്ടൽ ഉള്ളത്. ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 100 ആണ്. അതായത് റിവിഷനും കൂടി ഉൾപ്പെടുത്തിയാണ് നൽകുന്നത്. റിവിഷനും അതേപോലെ തന്നെ അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ഓഡിയോയും ഉണ്ട്. അതുകൂടാതെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ, ഇപ്പോൾ മലയാളത്തിൻ്റെ സിലബസ് പൂർണ്ണമായി കഴിയുമ്പോൾ മലയാളം മൊത്തം 2 സെറ്റ് പരീക്ഷ അഡീഷണലായിട്ട് 100 മാർക്കിൻ്റെ പരീക്ഷകൾ അതിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തായാലും 100-ൽ കുറയാത്ത പരീക്ഷകൾ, 100-ൽ കൂടുതൽ ഉണ്ടാകുള്ളൂ എന്തായാലും. ആ 100-ൽ കുറയാത്ത പരീക്ഷകൾ സബ്ജക്റ്റ് വൈസ് പരീക്ഷകൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതാണ് പെയ്ഡ് കോഴ്സുകളുള്ളത്. ഇത് നമ്മൾ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം, കാര്യം ഇത് വിദഗ്ധ പാനലാണ് തയ്യാറാക്കുന്നത്. വിദഗ്ധരായിട്ടുള്ള പാനൽ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ്. ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും ഈ പറയുന്ന നമ്മുടെ പെയ്ഡ് കോഴ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഫാക്കൽറ്റികളുടെ സപ്പോർട്ടും ഫുൾ ടൈം ഉള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലാണ്, പെയ്ഡ് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പെയ്ഡ് കോഴ്സിന് ഫീസ് വളരെ കുറച്ചേ ഉള്ളൂ. 750 രൂപയാണ് ഈ 100 പരീക്ഷകൾക്കായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ കീയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ട്, അതേപോലെ തന്നെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ട്, മെൻറ്റർഷിപ്പ്, ഇത്രയും കൂടിയിട്ട് 750 രൂപ മാത്രമാണ് ഈ ഒരു 100 പരീക്ഷയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തുകൊണ്ട് ആ കോഴ്സിലേക്ക് പ്രവേശനമെടുക്കാൻ സാധിക്കുന്നതാണ്. കോഴ്സ് ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. അപ്പം നമ്പർ ഇതാണ് 9846183166. അതായത് പരീക്ഷ എഴുതാതിരിക്കുകയും മുൻപ് നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ കാണാതെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് പലരുടെയും പരാജയത്തിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷകളിൽ എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നേരിടുകയും അതെങ്ങനെയാണ് ചോദ്യങ്ങളിന് ഏത് സെഗ്മെൻറ്റിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വരികയെന്ന് തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും, എത്ര മെൻറ്റർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്രത്തോളം പാഠഭാഗങ്ങൾ കവർ ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര റിവിഷൻ നടത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സിൽ, അതായത് ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാസീസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പെയ്ഡ് കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ 9846183166 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാവുന്നതാണ്. അപ്പോൾ പഠിക്കുക, പരീക്ഷ എഴുതുക, സംശയങ്ങൾ ദൂരീകരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ പാഠഭാഗങ്ങൾ കവർ ചെയ്ത് വരുന്ന 100 ദിവസത്തിനുള്ളിൽ നടത്തപ്പെടുന്നതാണ് പല LDC പരീക്ഷകളും. ആ LDC പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ സ്വന്തം പേര് എഴുതി ചേർക്കുക. ഓൾ ദ ബെസ്റ്റ്.